ഓക്കെ. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് നമ്മുടെ കാറ്റഗറി 2 17ാമത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ. പ്രശ്ന നിർദ്ധാരണ പ്രക്രിയയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നമുക്കറിയാം പ്രശ്ന നിർദ്ധാരണം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് അല്ലേ. അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതെന്നാണ്? ഒന്നാമത്തേത് പ്രസക്തമായ ദത്തശേഖരണം, രണ്ടാമത്തേത് ശക്തമായ അപഗ്രഥനമില്ലാതെ ഉത്തരത്തിലെത്തുക, മൂന്നാമത്തേത് അസാമാന്യ രൂപീകരണം, നാലാമത്തേത് പരിഹാരം പ്രയോഗിക്കൽ അല്ലേ. നോക്കി ഇതിൽ ഉൾപ്പെടാത്തത് നമുക്ക് ഒറ്റ വാക്കിൽ തന്നെ കിട്ടും. ഏതാണ്? നമ്മുടെ ശക്തമായ അപഗ്രഥനമില്ലാതെ ഉത്തരത്തിൽ, അതായത് നമ്മളൊരു ഹൈപ്പോത്തിസിസ് ഫോം ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു ഇന്നതിൻ്റെ റിസൾട്ട് ഇന്നതാണ്, നമ്മുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യും ഇന്നതിൻ്റെ റിസൾട്ട് ഇന്നതായിരിക്കുമെന്ന് നമുക്കൊരു ചിന്തയുണ്ട്. ആ ചിന്ത മാത്രം വെച്ചതുകൊണ്ട് ആ ഒരു റിസൾട്ട് കിട്ടുമ്പോൾ, അല്ലെ അതിൻ്റെ ഒരു ഫൈനലായിട്ടൊരു ഔട്ട് കിട്ടുമ്പോൾ അത് ശരിയാണോ എന്നില്ല അല്ലേ. അതിനെ നമ്മൾ ഒന്നും കൂടി റീചെക്ക് ചെയ്ത് നോക്കണം. ഇവിടെ എന്താ പറയുന്നത്? റീച്ചിങ് സൊല്യൂഷൻ വിത്തൗട്ട് പ്രോപ്പർ അനാലിസിസ്, യാതൊരു അനാലിസിസും ഇല്ലാതെ നമ്മൾ ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ നമ്മൾ ഫോർമേഷൻ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ നിഗമനത്തിലെത്തുക എന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് നമ്മൾ പ്രോബ്ലം സോൾവിങ് തന്നെ ഇപ്പോൾ നമ്മൾ പറയുകയാണ് 3 2 കൂട്ടി 5 നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷേ നമ്മൾ ഹൈപ്പോത്തിസിസ് 3 2 കൂട്ടിയാൽ 4 കിട്ടുന്നു. ആ ഒരു ഹൈപ്പോത്തിസിൻ്റെ പേരിൽ നമ്മൾ 4 ഉത്തരമെന്ന് എടുത്താൽ ഉത്തരം ശരിക്കും പറഞ്ഞാൽ തെറ്റാ അല്ലേ. അപ്പോൾ നമ്മൾ റിയലായിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് വരുമ്പോൾ അത് പക്ഷേ തെറ്റിയേക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് ശക്തമായിട്ട് അപഗ്രഥിച്ച് വേണം എന്ത് ചെയ്യാൻ? ഉത്തരത്തിലെത്താൻ. അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണുള്ളത് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഇത് പഠിക്കണമെന്നല്ലേ. എന്തായിരുന്നു കണ്ടോ? എറിക്കച്ചെറസിൻ്റെ അഭിപ്രായത്തിൽ 18നും 35നും ഇടയിൽ പ്രായമുള്ള പ്രതിസന്ധി ഏത് അല്ലേ. നമ്മൾ പഠിച്ചായിരുന്നു എറിക്കച്ചെറസൻ ഓരോ കുട്ടികളുടെയും എന്താണ് വ്യാപാരം അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്ത് എന്തിനെയാണ് നമ്മുടെ അവരിൽ നടക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ 8 ഘട്ടത്തിലൂടെ നടക്കുന്നു, അതിൽ ഓരോ ഘട്ടത്തിലും അതിൻ്റേതായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടെന്നും അതുപോലെ തന്നെ ആ പ്രതിസന്ധി മറികടക്കുമ്പോഴാണ് ശരിയായിട്ടുള്ള വ്യക്തിത്വം രൂപപ്പെടുന്നതുമാണ് എറിക്കച്ചെറസൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞതാണ് നമ്മുടെ 18നും 35നും ഇടയിൽ, അതായത് നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ ഏതാണ്? നമ്മുടെ യൗവനം അല്ലേ. നമ്മൾ പഠിച്ച ആദ്യത്തെ 3 പഠിക്കണമെന്ന് പറഞ്ഞാൽ അല്ലേ. യൗവനം, കൗമാര്യകാലം, അതുപോലെ തന്നെ 6 മുതൽ 12 വയസ്സുള്ള കാലഘട്ടം, സ്കൂള്, അതുപോലെ തന്നെ അഡോളസൻസ്, അതുപോലെ തന്നെ യൗവനം. അവിടെയാണ് ഈ ഉദ്ദേശിക്കുന്നത് 18 തൊട്ട് 35 വരെ അല്ലേ. അവിടെ എന്താണ് വരേണ്ടത്? നമുക്കറിയാം ആഴത്തിലുള്ള അടുപ്പം, അതുപോലെ തന്നെ ഒറ്റപ്പെടൽ. അതാണ് നമ്മുടെ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. അതായത് യൗവനത്തിലെത്തുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് അല്ലേ ജെൻഡറുമായിട്ട് നമ്മൾ ആഴത്തിൽ അടുക്കാൻ നോക്കും അല്ലേ. 18 അഡോളസൻസ് കഴിയുന്ന പ്രായഘട്ടം. അപ്പോൾ അവിടെ വരുമ്പോൾ നമുക്ക് കൗമാരഘട്ടത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മറ്റുള്ളവരുമായി ലയിപ്പിക്കുവാനും അവരോട് ഇണചേരുവാനും നമ്മൾ നോക്കുന്ന കാലഘട്ടമാണ് ഈ 18നും 35നും ഇടയിലുള്ള കാലഘട്ടം. അവിടെ വരുമ്പോൾ നമ്മൾ ഒരു വ്യക്തിയുമായി ആഴത്തിൽ അടുക്കുവാനും അതുപോലെ തന്നെ കുടുംബം രൂപീകരിക്കാനും ഒക്കെ നമ്മൾ നോക്കും. അവിടെ സംഭവിക്കാതെ വന്നാൽ എന്തായി പോകും? അവിടെ ഐസൊലേറ്റഡ് ആയിട്ട് പോകും. അപ്പം ആഴത്തിലുള്ള അടുപ്പം ഒറ്റപ്പെടലാണ് ഇവിടെ വരേണ്ടത് 18നും 35നും, അതായത് നമ്മുടെ യൗവനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി സൃഷ്ടി മുരടിപ്പ് ഇവിടെ വരേണ്ടത് നമ്മുടെ ഏറ്റവും അവസാനം അല്ലേ, അതായത് മധ്യവയസ്കെന്ന് പറയും 35നും 60നും ഇടയ്ക്ക് അല്ലേ. അടുത്ത സ്റ്റേജാണ് 35നും 60നും ഇടയ്ക്കാണെങ്കിൽ എന്ത് വന്നേനെ? സൃഷ്ടി മുരടിപ്പ് വന്നേനെ. സ്വഭാവബോധ റോൾ സംശയമാണെങ്കിലോ നമ്മുടെ അഡോളസൻസ് കാലഘട്ടം, അതായത് നമ്മുടെ 12 മുതൽ 18 വയസ്സുള്ള കാലഘട്ടം അല്ലേ. സ്വഭാവബോധ റോൾ സംശയങ്ങൾ, അതായത് നമ്മളെപ്പറ്റിയുള്ള അവബോധവും നമ്മുടെ റോളിലുള്ള സംശയങ്ങൾ, നമ്മുടെ ജെൻഡറിലുള്ള സംശയങ്ങളെല്ലാം തന്നെ നമുക്ക് തുടങ്ങുന്നത് ഈ പറയുന്ന സ്വഭാവബോധം 12 മുതൽ 18 വയസ്സുള്ള കാലഘട്ടം തന്നെ. 10, 11, 12 ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാലഘട്ടമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ സ്വഭാവബോധം റോൾ സംശയങ്ങൾ വരുന്നത്. പിന്നെ മുൻകൈയെടുക്കൽ കുറ്റബോധമാണെങ്കിലോ നമ്മുടെ പ്രീ സ്കൂൾ കാലഘട്ടം, അതായത് 3 മുതൽ 6 വരെയുള്ള കാലഘട്ടം അല്ലേ. 3 മുതൽ 6 വരെയാണെങ്കിൽ നമ്മുടെ മുൻകൈയെടുക്കൽ കുറ്റബോധമാണ്. അതിൻ്റെ ഇടയ്ക്കൊരു കാലഘട്ടമുണ്ട് സ്കൂൾ കാലഘട്ടം, ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത. അതാണ് നമ്മുടെ സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത്. അത് 6 മുതൽ 12 വയസ്സിലുള്ള കാലഘട്ടമാണ്. സോ ആ 4 സ്റ്റേജ് ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ 1 വയസ്സുള്ള കാലഘട്ടമാണെങ്കിൽ പ്രാഥമിക വിശ്വാസം വേഴ്സസ് അവിശ്വാസം. ഇനി 1 മുതൽ 3 വരെയാണെങ്കിൽ സ്വാശ്രയത, ജാളിത, അതായത് ഓട്ടോണോമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഇനി നമ്മുടെ പ്രീ സ്കൂൾ കാലഘട്ടം അല്ലെങ്കിൽ നമ്മുടെ 3 മുതൽ 6 വയസ്സുള്ള കാലഘട്ടമാണെങ്കിൽ മുൻകൈയെടുക്കൽ കുറ്റബോധം. അടുത്തത് ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത. നമ്മുടെ സ്കൂൾ കാലഘട്ടമാണെങ്കിൽ
6 മുതൽ 12 വയസ്സ് വരെ വരുമ്പോൾ ഊർജ്ജസ്വലതയും അതുപോലെ അപകർഷത അല്ലെങ്കിൽ അവർ കൂടുതൽ ഊർജ്ജരായിട്ടിരിക്കാൻ നോക്കും, അല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു അപകർഷതാ ബോധം വരും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്താണ് കൗമാര കാലഘട്ടം വരുന്നത് 12 മുതൽ 18 വയസ്സ് വരെ, അവിടെയാണ് സ്വഭാവബോധ റോൾ സംശയങ്ങൾ വരുന്നത്. പിന്നെ ഉള്ളത് യൗവനം വരും 18 മുതൽ 35 വയസ്സ് വരെ, നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചത് അവിടെയാണ് ആഴത്തിലുള്ള അടുപ്പം ഒറ്റപ്പെടൽ വരുന്നത്. ശേഷം സൃഷ്ടി മുരടിപ്പ് മധ്യവയസ്കിലെ വരുന്നത് 35 മുതൽ 60 വരെ. അവസാനത്തെ കാലഘട്ടം വാർദ്ധക്യം 60 വയസ്സിന് ശേഷം എന്താണ് മനസ്സന്തുലനം തളർച്ച, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അത് ഏജ് വെച്ചും അല്ലാതെ ഈ സ്കൂൾ പ്രായഘട്ടം ഏത് അല്ലെങ്കിൽ കൗമാര കാലഘട്ടം അറിയപ്പെടുന്ന ഏത്, 3 മുതൽ 6 വയസ്സ് വരെ പറയുന്നത്, 6 മുതൽ 12 വരെ പറയുന്നത്, അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. സോ 2 കാര്യങ്ങളും പഠിക്കണം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിക്കച്ചേഴ്സിൻ്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തം കേട്ടോ, മറന്നു പോകരുത്, പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതെല്ലാം ചോദ്യങ്ങൾ ക്രിയാത്മക ചിന്തയിലേക്ക് നയിക്കും? ഉണ്ടോ, നല്ലൊരു അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻ. അതായത് ക്രിയാത്മക ചിന്ത എന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് തിങ്കിങ്. ഇപ്പോൾ നമ്മളൊരു കാര്യം കണ്ടാൽ അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചെടുത്ത് നമ്മൾ ക്രിയേറ്റീവായിട്ട്, ഇപ്പോൾ ഞാൻ പറയുകയാണ് ഒരു പ്രഭാതത്തിൻ്റെ പടം വരയ്ക്കാൻ പറയുകയാണ് കുട്ടികളോട്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ഒരു മല വരയ്ക്കും, അതിൻ്റെ ഇടയ്ക്ക് ഒരു സൂര്യനെ വരയ്ക്കും, സൂര്യനിൽ നിന്ന് പ്രകാശം ഇല്ലേ നമ്മുടെ പ്രകൃതിയിലേക്ക് വീഴുന്നതായിട്ട് വരയ്ക്കും, ഒരു ചെറിയ പുഴ വരയ്ക്കും, ഒത്തിരി മരങ്ങൾ വരയ്ക്കും, പറക്കുന്ന പക്ഷികൾ വരയ്ക്കും, മേഘങ്ങൾ വരയ്ക്കും അല്ലേ, ആ സൈഡിൽ കൂടി നടക്കുന്ന റോഡുണ്ടെങ്കിൽ അത് വരയ്ക്കും. ഇങ്ങനെ പല രീതിയിൽ കുട്ടികൾ ചിന്തിച്ചു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ച രീതി അല്ലേ, അപ്പോൾ കുട്ടികളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് കുറച്ച് കളിപ്പാട്ടങ്ങളും അല്ലെങ്കിൽ ഒരു കൊച്ചു വീട് അവർ വരയ്ക്കും ഇല്ലേ, ഇതൊക്കെ അവർക്ക് വരയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അങ്ങനെ ക്രിയേറ്റീവായിട്ട് ചോദ്യങ്ങളിലേക്ക് വരാത്തത് അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതെല്ലാം ചോദ്യങ്ങളാണ് ക്രിയാത്മക ചിന്തയിലേക്ക് നയിക്കുന്നത്? ഒന്നാമത്തേക്ക് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് ആര്? അതിലെന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള ചിന്തയുണ്ടോ? ഒറ്റ ചോദ്യമേ ഉള്ളൂ അല്ലേ, ഇലക്ട്രിസിറ്റി, ഹൂ ഇൻവെൻറ്റഡ് ഇലക്ട്രിസിറ്റി എന്ന് ചോദിച്ചാൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ, അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അതിൻ്റെ ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? നമ്മുടെ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചാൽ. ആ ചോദ്യത്തിന് നമുക്ക് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുണ്ടോ? ഇല്ല അല്ലേ, ഓൾറെഡി ആൾക്കാർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന. അതായത് നമ്മുടെ ഇലക്ട്രിക് ബൾബാണ് കണ്ടുപിടിച്ചത്. ഇലക്ട്രിക് ബൾബ് ബൾബാണ് കണ്ടുപിടിച്ചതെന്ന് അറിയാം. അത് നമുക്ക് EVS-നകത്ത് സയൻസിനകത്ത് ചോദിക്കുന്ന ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് അറിയാവോ? അറിയാവോ? തോമസ് ആൽവ എഡിസൺ കേട്ടോ. തോമസ് ആൽവ എഡിസൺ ആണ് നമ്മുടെ ബൾബ് കണ്ടുപിടിച്ചത്, ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത്. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് കേട്ടോ. നമ്മുടെ എന്തുകൊണ്ട് ഇലക്ട്രിസിറ്റി, അതായത് കറണ്ട് കണ്ടുപിടിച്ചത്. അതിൽ നിന്നാണ് നമ്മുടെ ഇലക്ട്രിക് ബൾബിലേക്കുള്ള ഇത് വന്നത്. ഈ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് പറഞ്ഞു കഴിഞ്ഞോട്ടെ. ഓക്കെ, അപ്പം ഓർക്കേണ്ട ഇതാണ്, ഇവിടെ നമുക്കൊരു ക്രിയേറ്റീവായിട്ടൊരു ചിന്തയില്ല, ശരിയല്ലേ. ഇലക്ട്രിക് ബൾബ് പിടിച്ചാരാ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അതുകൊണ്ട് ആ ഉത്തരം അവിടെ തീർന്നു, കൂടുതലായിട്ട് പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അടുത്താണ് ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഉപയോഗം എന്തെല്ലാം, ശരിയല്ലേ. നമുക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളാണ് അല്ലേ. നമുക്ക് ന്യൂസ് പേപ്പറിനകത്ത് നിന്ന് GK ക്വസ്റ്റ്യൻസ് കിട്ടും, കറണ്ട് അഫെയർസ് കിട്ടും, സ്പോർട്സ് ന്യൂസ് കിട്ടും, ഇൻ്റർനാഷണൽ ന്യൂസ് കിട്ടും, നാഷണൽ ന്യൂസ് കിട്ടും, നമ്മുടെ പ്രാദേശിക ന്യൂസ് കിട്ടും. ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ കണ്ടില്ലേ, അവിടെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചു. അടുത്തേക്ക് നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഒറ്റ ഉത്തരവേ ഉള്ളൂ, ശരിയല്ലേ. അത് നമുക്ക് കൂടുതലായിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനില്ല. അപ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ്. ഇനി രാഷ്ട്രപിതാവിൻ്റെ കാര്യം എടുത്താൽ നമുക്കറിയാൻ പറ്റും, നമ്മുടെ രാഷ്ട്രപിതാവ് ആരാ? നമ്മുടെ ഗാന്ധിജി അല്ലേ, ഫാദർ ഓഫ് അവർ നേഷൻ ഗാന്ധിജി. അതിനെപ്പറ്റി കൂടുതലൊന്നും ആലോചിക്കില്ല, ഡയറക്റ്റ് വെച്ച് ഒറ്റ ഉത്തരം. അപ്പോൾ അവിടെ നമുക്കൊന്നും ചെയ്യില്ല. അടുത്തേക്ക് ഏതൊരു ജീവിയുടെയും പേര് ഉപയോഗിക്കാതെ ഒരു മൃഗശാലയെക്കുറിച്ച് ഒരു കഥ എഴുതുക അല്ലേ. അപ്പോൾ യാതൊരു നില കേട്ടോ, ഏതെങ്കിലും ഒരു ജീവിയുടെ പേര് ഉപയോഗിക്കാതെ ഒരു മൃഗശാലയെക്കുറിച്ച് ഒരു കഥ എഴുതുക. ഒന്നിൻ്റെയും പേര് നമ്മൾ എന്ത് ചെയ്യണ്ട, ഡിനോട്ട് ചെയ്യണ്ട. അല്ലാതെ നമ്മൾ മൃഗശാലയെ പറ്റി ഒരു കഥ എഴുതാൻ നോക്കി, അവിടെ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് വരും അല്ലേ. അപ്പോൾ ഇതേതാ വരുന്നത്? ക്രിയാത്മക ചിന്തയിലേക്ക് നയിക്കുന്ന 2 കാര്യങ്ങൾ ഏതാണ്? 2ഉം 4ഉം അല്ലേ. ഓപ്ഷൻ 2ഉം 4ഉമാണ് നമ്മുടെ നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അതെവിടെ കിടക്കുന്ന 2ഉം 4ഉം? ഓപ്ഷൻ സിയിൽ കേട്ടോ. ഓക്കെ, ഇനി ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് ആരാന്ന് ഞാൻ ചോദിച്ചായിരുന്നു അല്ലേ. ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചത് നമ്മുടെ തോമസ് ആൽവ എഡിസൺ ആണ്. എഡിസൺ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ തോമസ് ആൽവ എഡിസൻ്റെ അതൊരു കഥയാണ് കേട്ടോ, അത് നല്ലൊരു ഫേമസ് ആയിട്ടൊരു കഥയാണ്. തോമസ് ആൽവ എഡിസൻ്റെ പേരൻസ് മീറ്റിംഗ് വെച്ചു. സ്കൂളിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് പേരൻസ് മീറ്റിംഗ് വെച്ചു. പേരൻസ് മീറ്റിംഗ് വെച്ചപ്പോൾ തോമസ് ആൽവ എഡിസൻ്റെ അമ്മയോട് ടീച്ചർ ഒരു ലെറ്റർ കൊടുത്ത് വിടുകയുണ്ടായി. ഇത് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി, ഇവിടെ നിന്ന് വായിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ എഡിസനെയും കൂട്ടി
വീട്ടിലേക്ക് വന്നു, സ്വന്തം ഗൃഹത്തിലേക്ക് വന്നതിന് ശേഷം അമ്മ അത് പൊട്ടിച്ചു നോക്കി. അമ്മയ്ക്ക് വളരെ വിഷമമായി. അപ്പം നമ്മുടെ എഡിസൺ വന്ന് ചോദിച്ചു, എന്താണ് അമ്മ അതിൽ എഴുതിയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ ഭയങ്കര ബ്രൈറ്റാണ്, അതുകൊണ്ട് നിന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ നിനക്ക് കഴിവുള്ള ഒരു കുട്ടിയായിട്ടാണ് അവർ കാണുന്നത്, അതുകൊണ്ട് തന്നെ ഈ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല, പകരം വേറൊരു സ്കൂളിലേക്ക്, ഇച്ചിരി നല്ല സ്കൂളിലേക്ക് അവനെ മാറ്റണമെന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അങ്ങനെ എഡിസനെ നല്ലൊരു സ്കൂളിലേക്ക് അവർ കൊണ്ട് ചേർക്കുകയും അവൻ പോകെ ഓരോ കണ്ടുപിടുത്തത്തിലേക്ക് ഏർപ്പെടുകയും അതുപോലെ തന്നെ നമ്മുടെ ബൾബ്, നമ്മളെല്ലാം ഇരിക്കുന്ന വെട്ടത്തിൻ്റെ കീഴിൽ അല്ലേ, ആ ബൾബിൻ്റെ ഇൻവെൻഷൻ വെച്ച് ബൾബ് കണ്ടുപിടിക്കുകയുണ്ടായി. ശേഷം തൻ്റെ അമ്മ മരിച്ചപ്പോൾ യാദൃശ്ചികമായി അവൻ ആ പേപ്പർ കാണുകയുണ്ടായി. അവൻ ആ പേപ്പർ വായിച്ചപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞു എന്നാണ് കഥയ്ക്കകത്ത് പറയുന്നത് കേട്ടോ. കാരണം അതിൻ്റെ അകത്ത് എഴുതിയിരുന്നത് ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ മകൻ ഒരു MR സ്റ്റുഡൻ്റാണ്, മെൻ്റലി റിട്ടയർഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ്, അവനെ ഇവിടെ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല, കാരണം നമ്മുടെ നിലവാരവുമായിട്ട് അവൻ യോജിച്ച് പോകില്ല എന്നതായിരുന്നു അതിൻ്റെ അകത്തുള്ളത്. പക്ഷേ അമ്മയുടെ ഒറ്റ വാക്കിൽ വിശ്വസിച്ച് അവനവൻ്റെ കഴിവിൽ പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ കണ്ടുപിടിച്ചാണ് ഈ ബൾബ് കേട്ടോ. നമ്മൾ ഈ മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ എപ്പോഴും പറയുന്നൊരു കഥയത്. അപ്പം അമ്മമാർക്ക് ഒരു കഴിവുണ്ട്, എന്താണ് മക്കളെ ഉയർത്തണമെങ്കിൽ ഉയർത്താൻ, താക്കണമെങ്കിൽ താഴ്ക്കാം. ഒന്ന് ആലോചിച്ച് നോക്കി, അമ്മ അന്ന് ആ എഡിസനോട് നിന്നെ ഇങ്ങനെ ഈ പ്രശ്നമുള്ള കൊച്ചായതുകൊണ്ട് നിന്നെ അവർ കണ്ടെത്തിയോണ്ട് നിന്നെ അവിടെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എഡിസൻ്റെ മൈൻഡ് ഫുള്ള് പോയേനെ അല്ലേ, ഇത് വേറെ ആരെങ്കിലും കണ്ടുപിടിച്ച് പോയേനെ. പക്ഷേ ആ ഒരു തോട്ടിലൂടെ അല്ലെങ്കിൽ ആ ഒരു പറച്ചിലൂടെയാണ് ആര് മാറിയത്, നമ്മുടെ എഡിസൻ്റെ മനോഭാവം വരെ മാറിയതുകൊണ്ട്. അപ്പോൾ അമ്മമാർക്ക് അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട് പേരൻസിന്, നമ്മൾ ആ ഒരു ശക്തി തന്നെ ടീച്ചേഴ്സിനും ഉണ്ട്. നമ്മൾ കുട്ടികളിൽ തെറ്റ് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിക്ക് കൊണ്ടുവരാൻ ആദ്യം നോക്കണം. ചിലർ നന്നാവും കേട്ടോ, ഒരു 90% കുട്ടികൾ നന്നാവും. പിന്നെ ഈ പിരിവിരിപ്പൊക്കെ കാണിക്കുന്ന അവരുടെ പ്രായത്തിനായിട്ടുള്ള കാണിക്കുന്ന പിന്നെയും നമ്മൾ അവരുടെ പുറകെ നടക്കുക കേട്ടോ. അപ്പം അങ്ങനെയുള്ള ചേഞ്ചസ് വരുത്താൻ നമ്മൾ അധ്യാപകർക്ക് മാതാപിതാക്കൾക്ക് സാധിക്കുമെന്ന് പറയുന്നൊരു നല്ലൊരു സ്റ്റോറിയാണത്. ഇത് റിയലായിട്ട് നടന്ന സംഭവം കേട്ടോ. ഓക്കെ, ഇപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. യെസ്, അപ്പോൾ ഇവിടെ വരേണ്ട ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ദിവസം നോക്കി, വസ്തുക്കളെ അവയുടെ ആകൃതിക്കനുസരിച്ച് തരംതിരിക്കാൻ ബുദ്ധിമുട്ടുക. പിന്നെന്താണ് പ്രശ്നം, ഗണിതത്തിലെ വ്യത്യസ്ത ചിഹ്നങ്ങൾ മനസ്സിലാക്കാനുള്ള വിഷമം, എണ്ണുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവയാണ് ബിവൽ നേരിടുന്ന പ്രശ്നങ്ങൾ. അവൻ ഏത് തരം പഠന വൈകല്യമാണ് നേരിടുന്നത് ഉണ്ടാവും. ഇവിടെ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ, എന്താണ് ഗണിതത്തിലുള്ള പ്രശ്നങ്ങളാണ് മെയിൻലി ഫോക്കസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കി, ഡിസ്ഗ്രാഫിയ ആണോ, എഴുതാനുള്ള ബുദ്ധിമുട്ടാണോ? അല്ല, ഗണിതവുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടാണ് അല്ലേ. ഡിസ്ലെക്സിയ, വായിക്കാനുള്ള ബുദ്ധിമുട്ടല്ല. ഡിസ്കാൽക്കുലിയ കണ്ടോ, കാൽക്കുലസ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ എന്താണ്, ഡിസ്കാൽക്കുലിയ അല്ലേ. കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽക്കുലേറ്റർ എന്നൊക്കെ ഓർത്താൽ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്, നമ്മുടെ മാത്സുമായിട്ട് അല്ലെങ്കിൽ ഗണിതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഓർത്തിരിക്കണം, എന്താണ് ഇത്, ഡിസ്കാൽക്കുലിയാണ് ഇവിടെ വരേണ്ടതുണ്ടോ. അവയുടെ ആകൃതിക്കനുസരിച്ച്, അതായത് ഷേപ്പിനനുസരിച്ച് തരംതിരിക്കാൻ പറ്റുന്നില്ല. ഗണിതത്തിലെ ചിഹ്നങ്ങൾ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഈക്വൽ ടുവും അതുപോലെ തന്നെ പേഴ്സൻറ്റേജും ഇതെല്ലാം അവന് മാറിപ്പോകുന്നു. പിന്നെ എണ്ണാൻ ബുദ്ധിമുട്ടുന്നു. ഇതെല്ലാം ഗണിതപരമായിട്ടുള്ള വൈകല്യത്തിന് എക്സാമ്പിളാണ്. സോ അതാണ് ഡിസ്കാൽക്കുലേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ ഇതെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഓർത്തോഗ്രാഫിയ അത് നമുക്ക് പഠിക്കാനായിട്ടില്ല. എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല, നമ്മുടെ ഈ പറഞ്ഞ ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുതാനായിട്ടുള്ള ബുദ്ധിമുട്ട്. നമുക്ക് മെയിൻലി ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഈ പറഞ്ഞ ഡിസ്ഗ്രാഫിയ, ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ എന്നിവ കേട്ടോ. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് നമ്മൾ വരയ്ക്കുമല്ലേ, അപ്പോൾ ഓർത്തിരുന്നോണം എഴുതാനുള്ള ബുദ്ധിമുട്ട്. ലെക്സിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, വായിക്കാൻ ഉള്ള ബുദ്ധിമുട്ട് കേട്ടോ. വായന എന്താണ് ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന ഡിസ്ലെക്സിയ ആയിട്ട് വരുന്നത്. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ ഗണിതപരമായിട്ടുള്ള വൈകല്യമാണ് വരുന്നത്. അടുത്തത് ഡിസ്പ്രാക്സിയ, അതും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അതായത് നമ്മുടെ പേശി സംബന്ധമായിട്ടുള്ള, അതായത് ഇപ്പോൾ കൈകാലുകൾ അനക്കാതെ വരിക, മസിൽസിനെ നിയന്ത്രിക്കാതെ വരിക, വിരലുകൾ മടക്കാതെ വരിക, ഇതെല്ലാം ഈ പറഞ്ഞ പ്രാക്സിയയ്ക്ക് ഉദാഹരണങ്ങളാണ്. പിന്നെ അടുത്ത ഈയിടയ്ക്ക് ഓപ്ഷനിൽ കണ്ടുവരുന്നതാണ് ഡിസ്ഓർത്തോഗ്രഫിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലേണിംഗ് ഡിസോർഡർ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ ഗ്രാമർ എബിലിറ്റീസ്, അതായത് നമ്മൾ പറയത്തില്ല നമ്മുടെ വ്യാകരണ ശേഷികൾ, അത് ഇച്ചിരി ഹയർ ആയിട്ടുള്ളത് കേട്ടോ. ഈ പറഞ്ഞ നമുക്ക് എന്നാ പറയുന്നത്, അതിൻ്റെ റൂൾസും നമ്മൾ മലയാളമാണെങ്കിലും പറയുന്നതിനകത്ത് റൂൾസും കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഇല്ലേ, അത്ര വലിയ പ്രശ്നങ്ങളില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഡിസ്ഓർത്തോഗ്രഫിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമാറ്റിക്കലായിട്ടുള്ള എന്താണ് പ്രശ്നങ്ങൾ നേരിടുന്ന, ഗ്രാമർ വൈസ് ലാംഗ്വേജിൽ പ്രശ്നം നേരിടുന്ന കുട്ടികളാണ് ഈ പറഞ്ഞ ഡിസ്ഓർത്തോഗ്രഫിയ എന്ന് പറയുന്നത് കേട്ടോ. അത് നമ്മുടെ ലേണിംഗ് ഡിസോർഡറിനകത്ത് തന്നെ വരുന്നതാണ്.
പക്ഷേ നമ്മുടെ ഈ സ്പെല്ലിങ്ങും ഗ്രാമറും ഒക്കെ മാറിപ്പോൾ അത് ഫുള്ളി മാറണം കേട്ടോ. അല്ലാതെ നമ്മുടെ ഡിസ്ലെക്സിയയുടെ തന്നെ ഒരു വധഭേദമാണ് ഈ പറഞ്ഞ ഡിസ്ഓർത്തോഗ്രഫി. അതിൻ്റെ ഒരു സബ്ബായിട്ട് വരുന്നത് കേട്ടോ. ഈ ഡിസ്ലെക്സിയ ഇല്ല, നമ്മുടെ വായനാവൈകല്യം, അതിൻ്റെ തന്നെ ഒരു സബ്ബായിട്ട് വരുന്നതാണ് ഡിസ്ഓർത്തോഗ്രഫി. അത് ഗ്രാമറിൻ്റെ ശാഖയ്ക്കകത്ത് വരുന്നതാണെന്ന് ഓർത്തിരുന്നത് കേട്ടോ. ഗ്രാമാറ്റിക്കലായിട്ട് അല്ലെങ്കിൽ വ്യാകരണ ശേഷികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ് ഈ പറഞ്ഞ ഡിസ്ഓർത്തോഗ്രഫിക്കകത്ത് വരുന്നത്. അത് ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നിർബന്ധം കൊണ്ടല്ലാതെ കേവലം സന്തോഷത്താൽ ഒരു കുട്ടി പുസ്തകങ്ങൾ വായിക്കുവാൻ തുടങ്ങി. ഇത് ഏതിനുള്ള ഉദാഹരണമാണ് കേട്ടോ. അതായത് ഏതൊരാളുടെയും നിർബന്ധമില്ലാതെ, ഇപ്പം നിങ്ങളാണേലും കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലാസ്സിലായിരുന്നപ്പോൾ ആരുടെ നിർബന്ധം കൂടാതെ റെക്കോർഡ് ക്ലാസ് കണ്ട് പരീക്ഷകളൊക്കെ എഴുതി മുൻപോട്ട് പോകുമ്പോൾ അവിടെ ഒരു മോട്ടിവേഷൻ ഉണ്ട് അല്ലേ, നമ്മളിൽ സ്വന്തമായിട്ടുണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. ഇവിടെ യാതൊരു നിർബന്ധവും ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഏതിനുള്ള ഉദാഹരണമാണ് വെച്ചിരിക്കുന്നത്? നമ്മുടെ ആന്തരികമാണോ, ബാഹ്യമാണോ, പ്രതീക്ഷിതമാണോ, സാഹചര്യപരമാണോ? അതിപ്പോൾ പറഞ്ഞാൽ ആന്തരിക അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇൻട്രൻസിക് മോട്ടിവേഷൻ, നമ്മൾ പല ക്ലാസ്സുകളിൽ ആവർത്തിച്ച ഒരു വാക്കാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആന്തരികമായിട്ടുണ്ടാണ്. ഇപ്പം ഞാൻ നന്നാവണമെന്ന് ഞാൻ തീരുമാനിച്ചാൽ ഞാൻ നന്നായിരിക്കും, ശരിയല്ലേ? അതായത് ഞാൻ പഠിക്കണം, ഇനി 18 ദിവസമേ ഉള്ളൂ പരീക്ഷയ്ക്ക്, ശരിയല്ലേ? കേട്ടിട്ട് പരീക്ഷയ്ക്ക് ഇനി കൂടി പോയി 18 ദിവസം. ആ 18 ദിവസം കൊണ്ട് നമ്മുടെ ബാക്കിയുള്ള ടോപ്പിക്സ് റിവൈസ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന റിവിഷൻ ടോപ്പിക്സാണ് വരുന്നത് അല്ലേ. ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ഒക്കെയാണ് വരുന്നത്. ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി കവർ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ റിവിഷൻ പ്രോപ്പറായിട്ട് നടക്കുക, അതുപോലെ തന്നെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക, ഡൗട്ട്സ് ഉള്ളത് ചോദിക്കുക, ഇതെല്ലാം വന്നാൽ നമ്മളൊരു ആന്തരിക അഭിപ്രായം വന്നു. അപ്പം സ്വന്തമായിട്ട് ആരുടെ നിർബന്ധം കൂടാതെ പഠിക്കുന്ന ആരും പറയാതെ സ്വന്തമായിട്ട് തന്നെ തോന്നി നമ്മളിൽ സ്വന്തമായിട്ടുണ്ടാവുന്നതാണ് എന്ത്? ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നത്. അടുത്തൊന്നൊക്കെ ബാഹ്യ അഭിപ്രേരണ എന്ന് പറഞ്ഞാൽ എന്താ? പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ പുറത്തുനിന്നൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള വ്യക്തിയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മാനമോ അങ്ങനെ എന്തെങ്കിലും ആകാം. ബാഹ്യമായിട്ട് ഇപ്പം നമുക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിനക്ക് കേട്ടിട്ട് കിട്ടിയാൽ നിനക്ക് ഞാനൊരു നല്ലൊരു ഫോൺ വാങ്ങിച്ചു തരാമെന്ന് അപ്പനോ അമ്മയോ പറയുവാണെങ്കിൽ അതൊരു ബാഹ്യ അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ് കേട്ടോ. അപ്പം പുറത്തുനിന്നൊരു ഫോഴ്സ് നമ്മുടെ മേലുണ്ടെങ്കിൽ അത് ബാഹ്യ അഭിപ്രേരണയാണ്. ഇനി പ്രതീക്ഷിത അഭിപ്രേരണ, അതായത് പഠിച്ചാൽ അത് കിട്ടുമല്ലോ. ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ കേട്ടിട്ട് പരീക്ഷ പാസ്സായാൽ ജോലി ഉടനെ ആകുമല്ലോ എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു. അതാണ് പ്രതീക്ഷിത അഭിപ്രായം. ഇപ്പോൾ പറയുകയാണ് ഇത് പരീക്ഷ പാസ്സായാൽ വീണ്ടും ഹയർ ഓപ്പർച്യൂണിറ്റി ഉണ്ടല്ലോ എന്ന പ്രതീക്ഷയിൽ ഒരു കൊച്ചു പഠിക്കാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ അവിടെ ഏതാണ്? നമ്മുടെ പ്രതീക്ഷിത അഭിപ്രായമാണ് വേണ്ടത്. അടുത്തത് സാഹചര്യപര അഭിപ്രായം. അതായത് ഇപ്പം ഒരാളെ കാണിക്കാനായിട്ട് പഠിക്കുക. ഇപ്പം നമ്മുടെ പേരൻസൊക്കെ നമ്മൾ സാധാരണ അല്ലേ ഫോണൊക്കെ മാറ്റി വെച്ച് പെട്ടെന്ന് റീൽസൊക്കെ എടുത്ത് മാറ്റി വെക്കുക, നമ്മൾ പഠിക്കാനായിട്ടിരിക്കുക. അതെന്താണ്? സാഹചര്യപര അഭിപ്രായമാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ആരെങ്കിലും ബോധിപ്പിക്കാനായിട്ട് പഠിക്കുക, അതൊക്കെ എന്താണ്? ഈ പറഞ്ഞ സാഹചര്യപര അഭിപ്രായണയ്ക്കകത്ത് വരുന്നതാണ് കേട്ടോ. മറ്റുള്ളവരെ ബോധിപ്പിക്കാനൊക്കെ പഠിക്കുന്നത് സാഹചര്യപര അഭിപ്രായണയ്ക്കകത്ത് വരുന്നതെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ വരേണ്ട ഉത്തരം ഓപ്ഷൻ എ ആണ്. ആന്തരികമായിട്ടുള്ള അഭിപ്രായമാണ് കൊച്ചിൽ ഉണ്ടായത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രോഗ്രസീവ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത എന്ത്? പ്രോഗ്രസീവ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ സ്കൂളുകളിലെല്ലാം തന്നെയുള്ളത് ഈ പ്രോഗ്രസീവ് വിദ്യാഭ്യാസം, പ്രോഗ്രസീവ് ലേണിംഗ് എന്ന് പറയും. അതായത് നമ്മൾ പുരോഗമന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ മലയാളം പറഞ്ഞാൽ അതാണ്. ഇത് ഇംഗ്ലീഷ് വേർഡാണ് വെച്ചിരിക്കുന്നത്. പ്രോഗ്രസീവിൻ്റെ മലയാളം പുരോഗമനമായിട്ടുള്ള വിദ്യാഭ്യാസം. അതിൻ്റെ കറക്റ്റായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, ഒന്നാമത്തേത് പ്രവർത്തനത്തിലൂടെ പഠിക്കുക. ശരിയല്ലേ പറഞ്ഞത്? ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്കൂളുകളിലെല്ലാം തന്നെ നമ്മുടെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ ആ പോയിന്റ് ശരിയാണ് അല്ലേ. ലേണിംഗ് ബൈ ഡൂയിങ്, കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് കുട്ടികളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അവിടുന്ന് ഉത്തരത്തിലേക്ക് എത്തി. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് തന്നെ ആൻസേഴ്സ് ചെയ്യിപ്പിക്കുക, അവരെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിക്കുക, അവരെ കൊണ്ട് തന്നെ വായിപ്പിക്കുക. അങ്ങനെ അവരെ ഒരു സ്റ്റുഡൻറ് സെൻറ്റേർഡായിട്ട് നമ്മൾ ലേണിംഗ് ബൈ ഡൂയിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് പഠനം അല്ല. അതായത് നമ്മുടെ ഗ്രൂപ്പ് ചർച്ചകളും ഗ്രൂപ്പ് ആക്ടിവിറ്റീസും എല്ലാം ചെയ്യുമ്പോൾ കോപ്പറേറ്റീവും കൊളാബറേറ്റീവും വരും. അത് നമ്മുടെ പ്രോഗ്രസീവ് ലേണിങ്ങിൻ്റെ ഉദാഹരണമാണ്. നെക്സ്റ്റ് വൺ, പാഠപുസ്തകങ്ങൾക്ക് പ്രാധാന്യമില്ലായ്മ. പറഞ്ഞത് ശരിയാണോ? അതായത് ചിലപ്പോൾ നമ്മുടെ പ്രോഗ്രസീവ് ലേണിംഗ് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ആ പോയിന്റ് തെറ്റാണെന്ന്. പക്ഷേ പുരോഗമന വിദ്യാഭ്യാസത്തിൽ നമ്മൾ പറയുന്നത് പാഠപുസ്തകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. പകരം എന്തിനു കൊടുക്കണം? അതിലുള്ള കണ്ടന്റിന് മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ പുതിയ കാര്യങ്ങൾ അതിന് ഡെവലപ്പ് ചെയ്യണം. ഇപ്പം നമ്മളൊരു കാര്യം കാണുകയാണ്, ഇപ്പോൾ നമ്മുടെ ഇലക്ട്രിസിറ്റി. അപ്പോൾ നമ്മൾ പറയുന്നു ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതാര്? ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ പോലെ അല്ലേ, എങ്ങനെ കണ്ടുപിടിച്ചു? അതുപോലെ നമ്മൾ ബൾബിലേക്ക് വരുന്നു. അങ്ങനെ ഓരോ ഇൻവെൻഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അവിടെ അവിടെ ഒരു പാഠപുസ്തകങ്ങൾക്കപ്പുറം നമ്മൾ പോവുകയാണ്. അപ്പോൾ
അപ്പോൾ ഒരു പ്രാധാന്യമില്ലായ്മ അവിടെ വരുന്നു കണ്ടന്റ് കേട്ടോ. അത് നമ്മളിപ്പം ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്കിലെല്ലാം ഷോർട്ട് കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിച്ച് വേണം അടുത്ത ഉത്തരത്തിലേക്ക്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയല്ലേ, കുട്ടികളെ കൊണ്ട് തന്നെ ചിന്തിപ്പിച്ചുകൊണ്ട് ഉത്തരത്തിലേക്ക് പോകുന്ന രീതിയാണ്. അല്ലെ പഠിക്കുന്ന ഒന്നും അല്ല വരുന്നില്ലേ, എൻ്റെ ഒരു മോഡൽ മാത്രമേ അവിടെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ മോഡൽ പോലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് നമ്മൾ ചെയ്യിപ്പിക്കുന്നതിൻ്റെ അകത്ത് കുട്ടികൾ ഇടയ്ക്ക് കാണുന്ന പരീക്ഷയ്ക്കൊക്കെ അപ്ഡേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടാകും, മനസ്സിലായി അല്ലേ. നമ്മുടെ 7ാം ക്ലാസ്സിലെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടില്ലായിരുന്നു, നമ്മുടെ പുതിയ സിനിമയ്ക്കകത്തൊക്കെ പാട്ടിട്ട് വൈക്കം മുഖം ലക്ഷ്മിയെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടൊരു കവിത എഴുതുക അല്ലെങ്കിൽ ഒരു കത്ത് എഴുതുക എന്നൊക്കെ പറയുമ്പോൾ കണ്ടോ. അതായത് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നിർത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസിന്. അതായത് കുട്ടികളുടെ ചിന്താരീതിക്ക് മാറ്റം വരുത്തുവാനായിട്ടാണ് പാഠപുസ്തകത്തിനപ്പുറം ഒരു ലോകം കുട്ടികളിലേക്ക് വരാനായിട്ട് വരുന്നത്. അവിടെ പാഠപുസ്തകത്തിന് പ്രാധാന്യമില്ലായ്മ തന്നെയാണ് അവിടെ വരുന്നത്. അടുത്ത ലൈഫ് ലോങ് പഠനത്തിനുള്ള ഊന്നൽ, ശരിയല്ലേ. ഇപ്പം നമ്മൾ പഴയ പുസ്തകങ്ങളെല്ലാം പാത്തു വെക്കുന്നതിനകത്തിനാണ് നമ്മുടെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ അല്ലേ. പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർലിങ്ക് കിട്ടത്തുള്ളൂ അല്ലേ. അവിടെ നമുക്കൊരു ഉദ്ഗ്രഥനം കാണാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉൾച്ചേർക്കൽ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മിക്സായി കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് നമ്മുടെ ലൈഫ് ലോങ് പഠനത്തിനുള്ള ഊന്നലും അവിടെ വരുന്നതാണ്. അപ്പോൾ ഏതാണ് എല്ലാം ഇവിടെ കറക്റ്റ് കേട്ടോ. 1, 2, 3, 4 കറക്റ്റാണ് ഇവിടുത്തെ ഉത്തരത്തിൽ വരും കേട്ടോ. 1, 2, 3, 4 കറക്റ്റാണ്. പ്രോഗ്രസീവ് വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ നമ്മുടെ എന്നാ പറയുന്നത്, ഇപ്പോഴത്തെ രീതിയിൽ നമ്മൾ പറയുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച വിദ്യാഭ്യാസത്തിന് പറയുന്ന പേരാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ കേട്ടോ. പുരോഗമന വിദ്യാഭ്യാസം എന്ന് പറയും. അപ്പം നമ്മുടെ കുട്ടികളുടെ പുരോഗമനം അനുസരിച്ച് നമ്മൾ പോകുന്നതിന് ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രത്യേകതകളായിട്ട് വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് ഒരു കുട്ടിയുടെ പ്രത്യേക ശീലങ്ങൾ കുറിച്ച് വെക്കുന്ന റെക്കോർഡ് കണ്ടോ. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ വളരെ പ്രിസൈസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കുട്ടികളിൽ കാണുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മൾ പഠിച്ച ഇതിലേക്ക് വരുമ്പോൾ എങ്ങനെ വരും, അവിചാരിതമായിട്ട് അല്ലേ. വ്യത്യസ്തം എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണാറില്ല അല്ലേ. അതായത് എപ്പോഴും നമുക്ക് കാണുന്നില്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിൽ മാത്രം അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ കുട്ടിയിൽ ആ ഒരു ശീലം കാണുന്നുള്ളൂ. അത് നമ്മളവിടെ കുറിച്ച് വെക്കുന്നത് നമ്മുടെ ഉപാഖ്യാന രേഖയിൽ അല്ലേ. സഞ്ചിത രേഖ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നതാണ്. പക്ഷേ ഉപാഖ്യാന രേഖയിൽ അല്ലെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡിലോട്ട് വരുമ്പോൾ കുട്ടികളുണ്ടാകുന്ന അവിചാരിതമായ സംഭവങ്ങളും പ്രതികരണങ്ങളും എഴുതി വെക്കുന്ന രേഖയാണ് ഉപാഖ്യാന രേഖ അല്ലെങ്കിൽ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നുണ്ടോ, വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് കണ്ടോ, ചില സമയത്ത് മാത്രമേ കുട്ടികളിൽ അങ്ങനെ ചില ശീലങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ എന്താണ്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നതല്ല, വല്ലപ്പോഴും ഉണ്ടായിട്ട് പോകുന്ന, അതായത് അവിചാരിതമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ അതൊരു സ്പെസിഫിക് ബിഹേവിയറായിട്ട് മാറും. അപ്പോൾ അത് ആ കുട്ടിയുടെ നോക്കുവാണെങ്കിൽ, കുട്ടിയുടെ മൊത്തം ക്യാരക്ടർ നോക്കുവാണെങ്കിൽ അത് വല്ലപ്പോഴേ വന്നു പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഉപാഖ്യാന രേഖയിലാണ് എഴുതുന്നത്. ഇനിയും നേരെ മറിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ക്യുമുലേറ്റീവ് റെക്കോർഡിനകത്ത് വരും, സഞ്ചിത രേഖയ്ക്കകത്ത് വരും കേട്ടോ. പിന്നെ സോഷ്യോമെട്രിക് നമുക്കറിയാം, നമ്മുടെ സ്റ്റീഫൻ എം കോറി കണ്ടുപിടിച്ചതാണ്. ഒരു സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ട നിലയും വിലയും മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ സോഷ്യോമെട്രിക് ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അതിൽ നമ്മൾ ഏകാഗി, ദ്വന്ദ്ങ്ങൾ, ക്ലിക്കുകൾ, സ്റ്റാറുകൾ, ഗ്യാങ്ങുകൾ എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, പഠിക്കണം. പിന്നുള്ളത് ഇൻ്റർവ്യൂ. എന്താണ്, ഒരു പ്രശ്നത്തെ മുൻനിർത്തി 2ഓ അതിലധികമോ വ്യക്തികൾ നടത്തുന്ന മുഖാമുഖ സംഭാഷണമാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. പിന്നെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ടേമിലെ മൊത്തം വർക്കുകളുടെയും ഒരു കൺസോളിഡേറ്റഡ് ഫോം എന്ന് പറഞ്ഞാൽ എല്ലാം ഇപ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ നമ്മൾ ഓണത്തിന് മുമ്പ് നടത്തിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു ഫയലാക്കി വെക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് പോർട്ട്ഫോളിയോ. നമ്മൾ ഈ കമ്മീഷനൊക്കെ വരുമ്പോൾ നമ്മൾ BEd, DLed, DTC ഒക്കെ കൊടുക്കുക, കമ്മീഷനൊക്കെ നമ്മൾ വെച്ചില്ലേ, നമ്മുടെ ചാർട്ടും അസൈൻമെൻറ്റ്സും പ്രൊജക്റ്റും സെമിനാർ റിപ്പോർട്ട്സുകളും ദിനാചരണങ്ങളും എല്ലാം നമ്മൾ എഴുതി വെക്കത്തിലെല്ലാം നമ്മൾ പോർട്ട്ഫോളിയോ ആക്കിയാണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടം ആക്ടിവിറ്റീസ് നമ്മൾ ഒരുമിച്ച് ഒരു കാലഘട്ടത്തിലെ ഒരു കൂട്ടം ആക്ടിവിറ്റീസ് നമ്മൾ ഒരുമിച്ച് വെക്കുന്നതിന് പറയുന്ന പേരാണ് പോർട്ട്ഫോളിയോ കേട്ടോ. കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയും മറിച്ചും ചോദിക്കുന്നത് കേട്ടോ. ഇവിടെ വരേണ്ട ഉത്തരം ഉപാഖ്യാന രേഖ. അടുത്ത ക്വസ്റ്റ്യൻ, കവിതകളും 24ാമത്തെ ക്വസ്റ്റ്യനാണ്. കവിതകളും നിർവചനങ്ങളും അവയുടെ അർത്ഥവും ഉദ്ദേശവും മനസ്സിലാക്കിയിട്ടാണ് റസ്വിൽ പഠിച്ചിരിക്കുന്നത്. ഇവിടെ കുട്ടി ഉപയോഗിക്കുന്നത് കണ്ടോ, അതായത് കുട്ടി എന്താ ചെയ്യുന്നത്, കവിതകളും അതുപോലെ തന്നെ നിർവചനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥവും ഉദ്ദേശവും എല്ലാം തന്നെ മനസ്സിലാക്കിയാണ് നമ്മൾ ആര് പഠിക്കുന്നത്, നമ്മുടെ റസ്വിൽ പഠിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കുട്ടി ഉപയോഗിച്ച മെമ്മറി ഏതാണ് നോക്കിയേ, ലോജിക്കൽ മെമ്മറിയാണോ അതോ അനുബന്ധ മെമ്മറിയാണോ, ജപസ്മൃതിയാണോ അതോ മുകളിൽ പറഞ്ഞവയെല്ലാമാണോ? ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ലോജിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ ഇതുമായിട്ട് യോജിക്കത്തില്ല അല്ലേ.
അതായത് ലോജിക്കൽ മെമ്മറി, നമ്മളിപ്പോൾ ഒരു കാര്യം കാണുന്നു. ഇപ്പം ഞാനൊരു ഒരു സ്ഥലം വെറുതെ കിടക്കുന്നത് കാണുന്നു. ആ സ്ഥലത്ത് എങ്ങനെ നമുക്ക് ലോജിക്കലി കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഒരു പരിസരത്ത് ഒരു തണലുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് കണ്ടു, കുറച്ച് ഒഴിവ് സ്ഥലം കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലായി അവിടെ ചെടികളൊക്കെ വെച്ചാൽ, അല്ലേ, നമ്മുടെ ഈ പറഞ്ഞ ചെറിയ പച്ചക്കറികളൊക്കെ വെച്ചാൽ അവിടെ നമുക്ക് ഒരു പൂന്തോട്ടം അല്ലെങ്കിൽ ഒരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്യാമെന്ന് നമ്മളിൽ വരുന്നു. അതൊരു ലോജിക്കൽ മെമ്മറിയാണ് കണ്ടോ. അതായത് ഒരു കാര്യം കണ്ടപ്പോൾ അതിനെ ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്തുകൊണ്ട് അതിനെ ഒരു ഫലപ്രദമായിട്ടുള്ള കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി. അതാണ് ലോജിക്കൽ മെമ്മറി. ഇനി അനുബന്ധ മെമ്മറി എന്ന് പറഞ്ഞാൽ അസോസിയേറ്റീവ് മെമ്മറി എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഒരാളെ കണ്ടെന്ന് വിചാരിക്കുക, കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നോക്കത്തി അന്നത്തെ പരിപാടിക്ക് നമ്മൾ കണ്ട ബിന്ദുവിൻ്റെ കൂടെ നിന്ന ആളാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു അനുബന്ധനം ഉണ്ടായി, ഒരു അസോസിയേറ്റീവ് ഉണ്ടായി, അല്ലേ, ഒരു കണക്ഷൻ ഉണ്ടായി. അങ്ങനെ നമ്മളിൽ ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞ അനുബന്ധന മെമ്മറി. അത് നമ്മളിലൊക്കെ ഇടയ്ക്കൊക്കെ വന്നു പോകുന്നത്. നമ്മളിപ്പം ചിലരുടെയൊക്കെ പേരോ നാളോ ചിലരുടെയൊക്കെ മോൻ കണ്ടതോ എവിടെയാണ് കണ്ടതെന്നൊക്കെ നമ്മൾ വിട്ടു പോകുന്നുണ്ട്, അല്ലേ. പക്ഷേ ചില സമയങ്ങളിൽ നമ്മളത് പെട്ടെന്ന് ഓർത്തെടുക്കും. അന്ന് ഞാൻ കണ്ടിരുന്നു. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ അവരതിനെപ്പറ്റി ആ സിറ്റുവേഷനും ആ നടന്ന സാഹചര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ അവർ പറയും എന്താണ്, അങ്ങനെ പറയാം, നമ്മൾ പറയും ഞാൻ ഓർക്കുന്നുണ്ട്, അല്ലേ. അവിടെ വന്നാൽ എന്താണ്, അതാണ് അനുബന്ധന മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഒരു അസോസിയേറ്റീവ് ആയിട്ടുള്ള മെമ്മറി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നിനോട് സാമ്യപ്പെടുത്തിയുള്ള മെമ്മറി വരും. അടുത്താണ് ജപസ്മൃതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം തന്നെ. അതായത് ഇപ്പം നമ്മളൊരു കാര്യം പഠിക്കാനിരുന്നാൽ അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി അതിൽ ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ നമ്മൾ മനസ്സിലേക്ക് രൂപീകരിച്ച് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഈ പറഞ്ഞ കവിതകളും അതുപോലെ തന്നെ നിർവചനങ്ങളും, ഇപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. അല്ലെങ്കിൽ നമുക്കറിയാം പൈതഗോറസ് എന്ന് വെച്ചാൽ എ സ്ക്വയർ പ്ലസ് 2b പ്ലസ് ബി സ്ക്വയർ എന്താണ് ബേസ് സ്ക്വയർ പ്ലസ് ഓ2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ, അല്ലേ, എന്ന് പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളല്ലേ. ഇപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിർവചനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി. ഇപ്പോൾ ഒരു സ്ക്വയർ വലിക്കുക, അതിനെ 4 ആയിട്ട് കട്ട് ചെയ്താൽ 2 ഒരേപോലുള്ള സൈഡിൽ നമ്മൾ എ സ്ക്വയറും ഒരു ചെറിയ സ്ക്വയർ വരുമ്പോൾ ബി സ്ക്വയറും 2 AB വെച്ചുള്ള 2AB വരുമ്പോഴാണത് എ സ്ക്വയർ പ്ലസ് 2AB പ്ലസ് ബി സ്ക്വയർ. അങ്ങനെയുള്ള നിർവചനങ്ങളൊക്കെ നമ്മുടെ അർത്ഥവും അതിൻ്റെ ഉദ്ദേശവും മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഒരു റോൾ മെമ്മറി ഉണ്ട്, അല്ലെങ്കിൽ റോട്ട് മെമ്മറി ഉണ്ടാവും. അത് ജപസ്മൃതി എന്ന് പറയും കേട്ടോ. പിന്നെ മുകളിൽ പറഞ്ഞവയല്ല, അതിലത് വരത്തില്ല. ഇവിടെ ഉത്തരം വരേണ്ട ഇതാണ് ജപസ്മൃതി എന്ന് പറഞ്ഞാൽ ഓർത്തിരുന്നോണം. റോട്ട് മെമ്മറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇതാണ്, എന്ത്, നമ്മുടെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി അതിനെ നമ്മൾ ശരിയായ രീതിയിൽ പ്രയോഗിക്കുക. അതാണ് റോട്ട് മെമ്മറി എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 25ാമത്തെ ക്വസ്റ്റ്യൻ. പിയാഷെയുടെ ഭൗതിക വികാസ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നമുക്കറിയാം പിയാഷെ എന്താണ്, നമ്മുടെ കോൺജിക്യൂറ്റീവ് ഡെവലപ്മെൻ്റ് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബൗദ്ധിക വികാസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ ഒരു സംഭാവന നൽകിയ വ്യക്തിയാണ് നമ്മുടെ പിയാഷെ, ജീൻ പിയാഷെ. അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ ഡിഫോൾട്ട് അനുകരണം ആശയ രൂപീകരണ പൂർവ്വഘട്ടത്തിൽ സംഭവിക്കുന്നു. രണ്ടാമത്തേത് പ്രതിലോമ ചിന്ത മൂർത്ത ക്രിയാത്മക ഘട്ടത്തിൽ സാധ്യമാകുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, പിയാഷെ പറഞ്ഞത് വെച്ചുകൊണ്ട് എന്താണ് നമ്മുടെ ഡിഫോൾട്ട് അനുകരണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇമിറ്റേഷൻ. അതായത് നമ്മളിപ്പോൾ ഒരാളെ കണ്ട് അതിന് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നു നമ്മുടെ ഈ പാവയെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് കുട്ടികൾ അതിനെ തന്നെ അനുകരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഭൗതിക വികാസം നടക്കുമ്പോൾ കുട്ടികളിൽ അവരെന്തു കാണുന്നോ അതിനോട് എന്ത് ചെയ്യാൻ നോക്കും, അനുകരണം കാണിക്കാൻ നോക്കും. ശരിയല്ലേ? അപ്പം അങ്ങനെ വരുമ്പോൾ അവർ എന്താ ചെയ്യുന്നത്, അവിടെ ഒരു ഇമിറ്റേഷൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ആശയമായിരിക്കും അവർ പൂർവ്വഘട്ടത്തിൽ അല്ലെങ്കിൽ മുൻപോട്ട് വരുന്ന കാലഘട്ടത്തിൽ അത് ഉപയോഗിക്കുന്നത്. ഇപ്പം കൊച്ചുനാൾ തൊട്ടേ അമ്മേനെ കാണുമ്പോൾ അമ്മ അമ്മ എന്ന് വിളിക്കുന്ന കൊച്ചിന് അമ്മയുടെ മുഖം, അമ്മയുടെ സംസാരം, അമ്മയുടെ ഷേപ്പ്, അമ്മയുടെ രീതികൾ, അമ്മയുടെ അല്ലേ ഓരോ രീതികളും ഓരോ ചലനങ്ങളും എല്ലാം കൊച്ച് നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അമ്മയല്ലാതെ മറ്റൊരാൾ അവനുമായിട്ട് കൂടുതൽ അടുക്കുന്ന കാണുമ്പോൾ അതൊരു ഡിസ്ഇക്വിലിബ്രിയത്തിലേക്ക് പോകും. അവിടെ വരുമ്പോൾ എന്താണ്, അവിടെ ഒരു ശരിയായിട്ടൊരു വികാസം കൊച്ചുങ്ങൾക്ക് സാധ്യമാകാതെ വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഡിഫോൾട്ട് അനുകരണം ആശയരൂപീകരണ പൂർവ്വഘട്ടത്തിൽ സംഭവിക്കുന്നു. ആ പറഞ്ഞ പോയിന്റ് വളരെ ശരിയാണ്. അടുത്ത നോക്കിയേ, പ്രതിലോമ ചിന്ത മൂർത്ത ക്രിയാത്മക ഘട്ടത്തിൽ സാധ്യമാകുന്നു. അതായത് പ്രതിലോമ ചിന്ത എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ തോട്ട്സ്. അതായത് ഇപ്പോൾ 3ഉം 2ഉം കൂട്ടിയാൽ 5 ആണ്. 3ൽ 2 കുറച്ചാൽ എത്ര കിട്ടും? 3ഉം 2ഉം കൂട്ടിയാൽ 5 ആണ്. 5ൽ 3 കുറച്ചാൽ 2 കിട്ടും എന്നുള്ള ചിന്ത വന്നാൽ
അവിടെ ഒരു പ്രതിലോമ ചിന്ത വന്നു, അതായത് റിവേഴ്സിബിൾ തോട്ട് വന്നു അല്ലേ. അത് നടക്കുന്ന എവിടെയാണ്? നമ്മുടെ മൂർത്ത മനോവ്യാപാരഘട്ടത്തിൽ നമ്മൾ പഠിച്ചതല്ലേ ആ സംഭവം തന്നെ. അപ്പോൾ അത് സാധ്യമാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ 2 പോയിൻറ്റും അവിടെ എന്താണ്? ശരിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ആലോചിക്കണം, കണ്ടോ, നമ്മുടെ പഠിച്ചതിൻ്റെ അകത്തു നിന്നുള്ള ചോദ്യമാണ്. സോ ആ തിയറി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഉത്തരത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? കടന്നു പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഇവിടെ 2 പോയിൻറ്റും ഇവിടെ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. 26ാമത്തെ ക്വസ്റ്റ്യൻ, ചേരും പടി ചേർക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെയാണ് കേട്ടോ. പിയാഷെ, LAD, ബെന്തൂര സ്കീമ, ചോംസ്കി ഉൾക്കാഴ്ച, കോഹ്ലർ സാമൂഹിക പഠനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിയാഷെ എന്താ വരേണ്ടത്? പിയാഷെ എന്നാ കണ്ടുപിടിച്ചത്? പിയാഷെ കണ്ടുപിടിച്ചത് എന്നാ പറഞ്ഞോ? പിയാഷെ എന്നാ കണ്ടുപിടിച്ചത്? പിയാഷെ എന്നാ കണ്ടുപിടിച്ചത്? സ്കീമ അല്ലേ? പിയാഷയുടെ വാക്കല്ലേ സ്കീമ. അസിമിലേഷൻ, അക്കോമഡേഷൻ, അതുപോലെ തന്നെ സംസ്ഥാപനം, സാംശീകരണം, ഇക്വിലിബ്രിയം അല്ലേ, സന്തുലിതാവസ്ഥ, അസന്തുലിതാവസ്ഥ, ഇതെല്ലാം എന്താണ്? നമ്മുടെ പിയാഷെ കണ്ടുപിടിച്ചാണ്. സോ പിയാഷയുടെ ആണ് സ്കീമ എന്ന് പറഞ്ഞ വാക്ക്. ബെന്തൂരയാണെങ്കിലോ നമ്മുടെ സാമൂഹിക പഠന സിദ്ധാന്തം അല്ലേ, നമ്മുടെ ആൽബർട്ട് ബെന്തൂര ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ലേണിംഗ് തിയറി. അപ്പോൾ അത് സാമൂഹിക പഠന സിദ്ധാന്തം. ഇനിയും ചോംസ്കി എന്ന് വെച്ചാൽ നമ്മുടെ നോം ചോംസ്കി ആണ്. LAD എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഓർക്കുന്നില്ലേ? എല്ലാ കുട്ടികളിലും ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികളിലും ലാംഗ്വേജിൻ്റെ ഗ്രാമാറ്റിക്കൽ സ്കില്ലടക്കം പഠിക്കാനുള്ള കഴിവുണ്ട് എന്ന് കണ്ടുപിടിച്ച വ്യക്തിയാണ് നമ്മുടെ നോം ചോംസ്കി. എവറി ഇൻബോൺ ചൈൽഡ് ഹാസ് ആൻ എബിലിറ്റി ടു അക്വയർ ദി ഗ്രാമാറ്റിക്കൽ സ്കിൽ ഓഫ് ഓൾ ദി ലാംഗ്വേജസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ ചോംസ്കി. ആൻഡ് ദെയർഫോർ ആൻ LAD ഈസ് പ്ലേസ്ഡ് ഓൺ ദെയർ മെച്യൂരിറ്റി ഇല്ലേ, നമ്മൾ പറയുന്നുണ്ട് അല്ലേ, ഒരു ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അല്ലേ, ഒരു സർവ്വഭാഷാ വ്യാകരണത്തിനുള്ള അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ ഗ്രാമറിനുള്ള അല്ലെങ്കിൽ നമ്മുടെ രചനാന്തര പ്രചരണ വ്യാകരണം കേട്ടോ, ഇതെല്ലാം അതിൻ്റെ ഒരു വാക്കാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ച വ്യക്തിയാണ് നമ്മുടെ നോം ചോംസ്കി. അപ്പോൾ നോം ചോംസ്കി LADയിലേക്ക് വരും. അടുത്തത് കോഹ്ലർ ആണെങ്കിൽ കോഹ്ലർ, കോഫ്ക, മാക്സ് വർത്തീമർ, കൊക്കോമ എന്ന് നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ, നമ്മുടെ ഉൾക്കാഴ്ച ഇൻസൈറ്റ്ഫുൾ ലേണിംഗ് അല്ലേ, അതിലേക്കാണ് വരുന്നത്. അപ്പം നോക്കിയേ 1 B, 2 D, 3 A, 4 C. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. കണ്ടോ, ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, 27ാമത്തെ ക്വസ്റ്റ്യൻ, പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി, മധുരിക്കുന്ന നാരങ്ങ ശൈലി എന്നത് ഏത് സമായോജന ക്രിയാതന്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമായോജനം പഠിപ്പിച്ചതാണ്. നമുക്കറിയാമല്ലോ, എന്തായാലും നമ്മളൊരു ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമാണ്. നമുക്കറിയാം, അതിൻ്റെ അകത്ത് നമ്മൾ 9 കാര്യങ്ങളായിരുന്നു പഠിച്ചത് അല്ലേ. അതിൻ്റെ അകത്ത് പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി, ഇപ്പോൾ നമ്മൾ ഒരു മുന്തിരിങ്ങ കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഇതെന്താ പറയുക, നമ്മുടെ തൻ്റെ ബലഹീനതകളുടെയും പരാജയങ്ങളുടെയും കാരണം തെറ്റായ കാരണങ്ങൾ വഴി നമ്മൾ എന്ത് ചെയ്യുക, ന്യായീകരിക്കുന്നു. അപ്പോൾ അവിടെ വരുന്നോൾ അവിടെ ഒരു യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ മുന്തിരിങ്ങ കിട്ടിയില്ല, ഉടനെ നമ്മൾ പറയാം അത് പുളിക്കുന്ന, എനിക്ക് കിട്ടിയില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അതിന് പുളിയാടാ, അത് പോയാൽ പോട്ടെന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ അത് എന്താണ്, നമ്മുടെ യുക്തീകരണം, തെറ്റായ കാരണങ്ങൾ വഴി ന്യായീകരിക്കുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇത് മിക്കപ്പോഴും ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ പുളിക്കുന്ന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി, മധുരിക്കുന്ന നാരങ്ങ ശൈലി എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് എടുത്ത് കൊടുത്തിരിക്കുന്നതാണ്. ഞാൻ 2-3 വട്ടം പറഞ്ഞതാണ് ക്ലാസ്സിൽ, അത് നോക്കിയിട്ട് വേണം പോകാൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള 9 എണ്ണവും നിഷേധം, ദമനം, താതാത്മീകരണം, പ്രക്ഷേപണം, അതുപോലെ തന്നെ ആക്രമണം, അതുപോലെ തന്നെ നമ്മുടെ എന്തായിരുന്നു ഉദാത്തീകരണം, അനുപൂരണം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം, കാരണം അതിന് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാം കേട്ടോ. ഇതാണ് സാധനം. എന്താണ് ഈ പറഞ്ഞ സമായോജന ക്രിയാതന്ത്രങ്ങൾ പറഞ്ഞാൽ, നമ്മുടെ തെറ്റുകൾ നമ്മൾ അംഗീകരിക്കാതെ മറ്റ് കാര്യത്തിലേക്ക് നമ്മൾ വഴിതിരിച്ച്, അത് ചിലത് പോസിറ്റീവ് ആയിരിക്കും, ചിലത് നെഗറ്റീവ് ആയിരിക്കും, ചിലത് നല്ല കാര്യത്തിലേക്ക് വിടും, ചിലത് നമ്മൾ തെറ്റായ കാര്യത്തിലേക്ക് വിടും. നോക്കി, ഒന്നാമത്തെ നിഷേധം. എന്താണ് നിഷേധം എന്ന് പറഞ്ഞാൽ, അരോചക യാഥാർത്ഥ്യത്തിൽ നിന്നും സ്വയം രക്ഷപ്പെടുന്നതിന് ചില സ്വീകരിക്കുന്ന മാർഗമാണ് യാഥാർത്ഥ്യത്തെ നിഷേധിക്കുക എന്ന് പറയുന്നത്. ഇഷ്ടമില്ലാത്ത കണ്ടില്ലെന്നടിക്കുക, വിളിച്ചാൽ കേട്ടില്ലെന്നടക്കുക തുടങ്ങിയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. രണ്ടാമതാണ് ദമനം. ദമനം എന്ന് പറഞ്ഞാൽ വേദനാജനകമായ അനുഭവങ്ങൾ നമ്മൾ എങ്ങോട്ട് വിടും, നമ്മുടെ ഉൾമനസ്സിലേക്ക് കടത്തിവിടുന്ന പ്രക്രിയയാണ് ദമനം ആയിട്ട് വരുന്നത്. ഉണ്ടോ, ഇപ്പോൾ ചോദിച്ച ചോദ്യമാണ് യുക്തീകരണം. ഉണ്ടോ, ഇപ്പോൾ ചോദിച്ച ചോദ്യമല്ലേ, ഉണ്ടോ, മുന്തിരിക്കുന്ന മുന്തിരിങ്ങ, മധുരിക്കുന്ന നാരങ്ങ ശൈലി. ഉണ്ടോ, അപ്പോൾ അതേതാ വരേണ്ടത്, നമ്മുടെ ഉണ്ടോ, പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി, മധുരിക്കുന്ന നാരങ്ങ ശൈലി, നമ്മുടെ യുക്തീകരണം. അതായത് തെറ്റായ കാരണങ്ങൾ വഴി നമ്മൾ ന്യായീകരിക്കുന്നു, തൻ്റെ ബലഹീനതകളുടെയും പരാജയങ്ങളുടെയും കഴിവുകളുടെയും കാര്യങ്ങൾ
തെറ്റായ കാര്യങ്ങൾ വരെ ന്യായീകരിക്കുന്നതാണ് യുക്തീകരണത്തിനകത്ത് വരുന്നത്. അടുത്ത ഉദാത്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം ഈ നടക്കുന്നത് കേട്ടോ. അത് നമ്മുടെ അസ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സാമൂഹിക അംഗീകാരമായിട്ടുള്ള പാതയിലേക്ക് നമ്മൾ തിരിച്ചുവിടുക. അപ്പോൾ ഒരാൾക്ക് മക്കളില്ലെങ്കിൽ സമൂഹത്തിലിറങ്ങി അവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി സേവനം ചെയ്യുക ഒരു എന്താണ് ഉദാത്തീകരണമാണ്. അടുത്ത അനുപൂരണം എന്താണ്? ഒരു രംഗത്തുള്ള, അതൊരു പോസിറ്റീവ് കാര്യം കേട്ടോ, ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തൂടെ നമ്മൾ മറികടക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എനിക്ക് പഠിക്കാൻ നല്ല കഴിവില്ല, പക്ഷേ എനിക്ക് ഓടാൻ നല്ല കഴിവുണ്ട്, സോ എനിക്ക് സ്പോർട്സ് ഞാൻ എന്ത് ചെയ്യുന്നു, കഴിവ് കാണിക്കുകയാണെങ്കിൽ അത് അനുപൂരണം. അടുത്ത പ്രക്ഷേപണം. ഇതൊരു പ്രശ്നം പിടിച്ച ഇടപാടാണ്. അതായത് ഒരു വ്യക്തി തൻ്റെ കുറ്റങ്ങളുടെയും പരാജയങ്ങളുടെയും കാരണം മറ്റൊരാളിൽ ചുമത്തി സ്വയം രക്ഷപ്പെടുക. അതായത് മറ്റൊരാളിനോട് നമ്മൾ ഞാനല്ല ഇവനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന രീതിയാണ് പ്രക്ഷേപണം വരുന്നത്. പിന്നെയുള്ള താതാത്മീകരണം. അതായത് ഇപ്പം എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല, പക്ഷേ എൻ്റെ ചേട്ടൻ നല്ല നിലയ്ക്കാണ്, അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ ആ ഒരു നിലയിനെ ഞാൻ ബഹുമാനിക്കുകയും അതിൽ ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വന്നാൽ അവിടെ താതാത്മീകരണം ഉണ്ടോ? തൻ്റെ പോരായ്മകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്ന് രക്ഷയിടുന്നതിനായി മറ്റുള്ളവരുടെ വിജയത്തിലും പരിസ്ഥിതിയിലും ഭാഗഭാഗമാകുന്നതാണ് താതാത്മീകരണം. പിന്നെയുള്ള പശ്ചാത്ഗമനം. അതായത് മുൻകാലത്തേക്ക് നമ്മൾ പോകും. ഇപ്പോൾ 3 വയസ്സുള്ള ബാലൻ ആ 1 വയസ്സുള്ള ഒരു കൊച്ചിനെ അമ്മ സ്നേഹിക്കുന്ന കാണുമ്പോൾ ആ 1 വയസ്സിലേക്ക് അവൻ തിരികെ പോകാനായിട്ട് ശ്രമിക്കുക. അതാണ് പശ്ചാത്ഗമനം എന്ന് പറയുന്നുണ്ടോ. പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാതെ മുൻകാല സമായോജനത്തിലേക്ക് പോകുന്ന പ്രവൃത്തിയാണ് പ്രതിഗമനം അഥവാ പശ്ചാത്ഗമനം. പിന്നുള്ളത് ആക്രമണം. വളരെ പ്രശ്നം പിടിച്ച ഒരെണ്ണമാണ്. നമ്മുടെ മോഹഭംഗത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അത് പ്രത്യക്ഷമുണ്ട്, പരോക്ഷമുണ്ട്. തന്നെ തല്ലിയതിനെ തിരിച്ചു തല്ലുന്ന കൂട്ടുകാരനെ തല്ലുന്ന ആ പ്രവൃത്തിയാണെങ്കിൽ അത് പ്രത്യക്ഷമാണ്. അച്ഛൻ വഴക്ക് പറഞ്ഞതിന് ഗ്ലാസ് എറിഞ്ഞുടയ്ക്കുവാണെങ്കിൽ അത് പരോക്ഷമാണ് കേട്ടോ. അത് ഓർത്തിരിക്കണം കേട്ടോ, 2 കാര്യങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മുടെ എന്ന് പറയുന്നത് ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ സമായോജന ക്രിയാതന്ത്രങ്ങൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞ പോയിൻ്റ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. 9 പോയിന്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരെണ്ണം വരും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 28ാമത്തെ ക്വസ്റ്റ്യൻ. വ്യക്തിയുടെ കണ്ണിൻ്റെ നിറം നിർണ്ണയിക്കുന്നത് ഉണ്ടോ? ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ നിറം നിർണ്ണയിക്കുന്നത് എന്താണ്? പാരമ്പര്യമാണോ, ഭൗതിക തലമാണോ, സാമൂഹികവൽക്കരണമാണോ, മുകളിൽ പറഞ്ഞവയെല്ലാമാണ്? ഓരോ ഉത്തരവേ ഉള്ളിൽ ഏതാണ്? നമ്മുടെ പാരമ്പര്യം, ഹെറിഡിറ്ററിയാണ് കണ്ണിൻ്റെ നിറമൊക്കെ ആശ്രയിച്ചിരിക്കുന്നത്. കണ്ണ്, മൂക്ക് ഇതെല്ലാം വരുന്നത്, ചെവി കേട്ടോ, മുഖത്തിൻ്റെ ഏകദേശം ഷേപ്പ് എല്ലാം വരുന്നത് ഈ പാരമ്പര്യത്തെ വെച്ചുകൊണ്ട്. നമുക്കറിയില്ല, ഈ പറഞ്ഞ ചിലരുണ്ടല്ലോ ഈ പൂച്ചക്കണ്ണന്മാർ, ആ ഒരു ഫാമിലി നോക്കുവാണെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കാണാൻ പറ്റും അല്ലേ. അവരുടെ പാരമ്പര്യത്തിൻ്റെ ഒരു ഇതാണ്. അതുപോലെ തന്നെ നല്ല മൊട്ട മൂക്കുള്ള ആൾക്കാർ, നാരങ്ങ പോലെ മുളച്ചിരിക്കുന്ന മൂക്കുള്ള ആൾക്കാർ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ അതൊരു പറയുക നമ്മുടെ ഹെറിഡിറ്ററി അല്ലെങ്കിൽ പാരമ്പര്യമാണ് അവിടെ നമ്മൾ നോക്കുന്നത്. ഭൗതിക തലമെന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ തലമാണ്, അതും കിട്ടും കേട്ടോ. ഇപ്പം പാട്ട് പാടുന്ന കൊച്ചിൻ്റെ അപ്പൻ പാട്ടുകാരനായിരിക്കും, പടം വരയ്ക്കുന്ന കൊച്ചിൻ്റെ അപ്പൻ യാദൃശ്ചികമായിട്ട് ഒബ്വിയസ്ലി ഒരു പടം വരക്കാരനായിരിക്കും. അങ്ങനെയുള്ള കഴിവുകൾ കുട്ടികളിലേക്ക് ഡോക്ടറിന് മോൻ ഡോക്ടർ, എഞ്ചിനീയർ മോൻ എഞ്ചിനീയർ ഉണ്ട്. അപ്പോൾ ഒരു ഭൗതിക നില അവിടെ വരുന്നുണ്ട്. കാരണം കൊച്ചുനാൾ തൊട്ട് കൊച്ചുകൾ കണ്ടും വളർന്നും ക്രോമസോമിലുള്ള വ്യതിയാനങ്ങളും എല്ലാം തന്നെ 21 വെച്ചല്ലേ അമ്മയുടെ അച്ഛൻ്റെ ക്രോമസോം ചേരുന്നത്. അപ്പം അവിടെ ഒരു കൂട്ടിച്ചേരുമ്പോൾ ഈ പറഞ്ഞ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരും കേട്ടോ. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് സാമൂഹികവൽക്കരണം. സോഷ്യലൈസേഷൻ ഒരിക്കലും ഇതിനകത്ത് വരത്തില്ല. സമൂഹത്തിൽ ഇറങ്ങിടുന്ന കണ്ണിൻ്റെ നിറം മാറുമോ? ഇല്ല കേട്ടോ. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ മുകളിൽ പറഞ്ഞ വില ഉത്തരവായിട്ട് വരത്തില്ല. ഇവിടെ വരേണ്ടത് പാരമ്പര്യം മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കുട്ടിക്ക് സ്വമേധയാ ചെയ്യുവാൻ കഴിയുന്നതും പിന്തുണയോ സഹായമോ ഉപയോഗിച്ച് അവർക്ക് പ്രാവീണ്യം നേടിയെടുക്കാൻ സാധിക്കുന്നതുമായ കഴിവുകൾ അനന്തമാണ്. കഴിവുകളുടെ അന്തരമാണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ചില നോക്കിയേ. ഒരു കുട്ടിക്ക് സ്വമേധയാ ചെയ്യുവാൻ കഴിയുന്നതും പിന്തുണയോ സഹായമോ ഉപയോഗിച്ച് അവർക്ക് പ്രാവീണ്യം നേടിയെടുക്കാൻ കഴിയുന്നതുമായ കഴിവുകളുടെ അന്തരത്തിന് പറയുന്ന പേരെന്ത്? നമ്മൾ പഠിച്ചായിരുന്നില്ലേ, നമ്മുടെ വൈഗോസ്കി കണ്ടുപിടിച്ചത് അല്ലേ. നമ്മുടെ CIL കറണ്ട് എബിലിറ്റി ലെവലിൽ നിന്നും കൊച്ചിനെ PILലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ വരച്ച് പഠിച്ചില്ലായിരുന്നോ? ഇപ്പോൾ കറണ്ട് എബിലിറ്റി ലെവലിൽ നിൽക്കുന്ന കൊച്ചിന് ഒരു അധ്യാപകൻ്റെ സ്കഫോൾഡിങ്ങോ കൈത്താങ്ങോ അല്ലെങ്കിൽ സ്കഫോൾഡിങ്ങോ മൂലം കൊച്ചിനെ നമുക്ക് PILലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ഒരു ലെവലിനെ അദ്ദേഹം വിളിച്ച പേരായിരുന്നു ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് വിളിച്ചത്. അപ്പോൾ ഇവിടെ നോക്കിയേ ഉണ്ടോ, ഒരു കുട്ടിക്ക് സ്വമേധയാ ചെയ്യാൻ കഴിയുന്നതും അതായത് ഈ CIL വരെയും ഒരാളുടെ പിന്തുണയോ സഹായം ഉപയോഗിച്ച് അതായത് കൈത്താങ് മൂലം അല്ലെങ്കിൽ ഒരു സ്കഫോൾഡിങ് മൂലം മുകളിലേക്ക് എത്താൻ പറ്റുന്ന നിലയും അതാണ് PIL ഉദ്ദേശിക്കുന്നത്. തമ്മിലുള്ള അന്തരത്തിന് പറഞ്ഞ പേരെന്ത്? ZPD കണ്ടോ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഇനി LAD എന്താണ്? നമ്മുടെ നോം ചോംസ്കിയുടെ ആണ്, ലാംഗ്വേജ് അക്വസിഷൻ ഡിഫീസ്. ഇതിന് മുമ്പുള്ള ഒത്തിരി വന്നില്ലേ. PWD എന്താണ്? പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ്, നമ്മുടെ 1995 വന്നാണ്. CWS എന്ന് പറഞ്ഞാൽ
ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് കേട്ടോ. നമ്മുടെ സമൂഹത്തിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് പറയുന്ന പേരാണ് CWSN കുട്ടികൾ, അതായത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറയും കേട്ടോ. ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് കേട്ടോ, CWSൻ്റെ ഫുൾ ഫോം എന്താണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. സോ അത് ഓർത്തിരിക്കണം കേട്ടോ. അവിടെ ഉത്തരം വരേണ്ടത് ZPD ആണ് കണ്ടുപിടിച്ചത്, ലെവ് വൈഗോസ്കി കേട്ടോ. വൈഗോസ്കിയാണ് ആ കാര്യം തിയറി കണ്ടുപിടിച്ചത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വ്യക്തിത്വ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് ഏതിലാണ് തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയോട് ചിത്രങ്ങൾ കാണിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട കഥ എഴുതുവാൻ വിദഗ്ധൻ ആവശ്യപ്പെടുന്നത്? അതായത് നമ്മുടെ പ്രക്ഷേപണ രീതിക്കകത്ത് പഠിച്ചപ്പോൾ നമ്മൾ കുറേ ടെസ്റ്റുകൾ പഠിച്ചിരുന്നു അല്ലേ. തീമാറ്റിക് അപ്പർട്ടിഷൻ ടെസ്റ്റും റോഷമഷിയ പരീക്ഷയും വാചക പൂർത്തീകരണ പരീക്ഷയും വേൾഡ് അസോസിയേഷൻ ടെസ്റ്റും ഒക്കെ പഠിച്ചിരുന്നു അല്ലേ. അതിൽ വ്യക്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിത്രങ്ങൾ കാണിച്ചിട്ട്, ഇപ്പോൾ നമ്മളോട് ഒരു ചിത്രം കാണിക്കുക, ഇപ്പോൾ ഒരു സിംഹത്തിൻ്റെയും ഒരു മനുഷ്യൻ നിൽക്കുന്ന ഒരു പടം കാണിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ എഴുതാൻ പറയുന്നു. അവിടെ വരുന്നത് തീമാറ്റിക് അപ്പർട്ടിഷൻ ടെസ്റ്റിന് എക്സാമ്പിൾ കേട്ടോ. അതായത് നമ്മുടെ ഭൗതികമായിട്ടുള്ള നില മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ ആ ചിത്രത്തിൽ നിന്ന് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ഇപ്പം ഇങ്ങനെ വേണേൽ പറയാം, ഒരു കടുവയുടെയും ഒരു മനുഷ്യൻ്റെയും ഇതാണെങ്കിൽ നെഗറ്റീവായിട്ട് പറയാം, ആ കടുവ എന്നെ കടിച്ച് കീറിയെന്ന് പറയും അല്ലേ. അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കഥ എഴുതുന്ന കുട്ടികളാണെങ്കിൽ അപ്പോൾ അവരിൽ ഈ നെഗറ്റീവായിട്ട് കഥ എഴുതുമ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും അവരുടെ വ്യക്തിത്വത്തിൽ ഒരു നെഗറ്റീവ് സെൻസാണ് എപ്പോഴും ഉള്ളത്. കാരണം എന്നാ കണ്ടാലും ഒരു നെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ നോക്കും. നേരെ മറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഈ കടുവയും മനുഷ്യനും തമ്മിൽ കൂട്ടുകാരായിരുന്നു, ഒരു ദിവസം കടുവ വലയിൽ കിടന്നപ്പോൾ ഇവനാണ് അതിനെ രക്ഷിച്ചെന്നൊക്കെ പറഞ്ഞ് കഥ വേണം എഴുതാം. അതുകൊണ്ട് അവിടെ ഒരു പോസിറ്റീവാക്കി, ഒരു പടത്തിൽ നിന്നാണ് പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി നമ്മൾ കൊണ്ടുവരുന്നത്. ഇനി ഇത് രണ്ടുമില്ലാതെ ന്യൂട്രലായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. വഴി കൂടി പോയപ്പോൾ സൂയി കണ്ട കടുവയാണെന്ന് പറഞ്ഞ് എഴുതുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ വ്യക്തികളാണ്. അവിടെ ഒരു ന്യൂട്രാലിറ്റിയാണ് പേഴ്സണാലിറ്റി കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു എക്സാമ്പിളിനോട് ഇപ്പം ഒരു വ്യക്തിത്വ വിലയിരുത്തൽ ബന്ധപ്പെട്ട് തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയോട് ചിത്രങ്ങൾ കാണിച്ചിട്ട് അതുമായിട്ട് കഥ എഴുതാൻ പറയുമ്പോൾ അവരുടെ വ്യക്തിത്വം എന്ന് പോസിറ്റിവിറ്റി ആണോ നെഗറ്റിവിറ്റി ആണോ ഉള്ളതെന്ന് കാണിക്കാണ്ട് തീമാറ്റിക് അപ്പർട്ടിഷൻ ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. റോഷെ ഇൻക്യുബേറ്റർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കോട്ടയത്ത് അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ മെഡക്സ് എന്ന് പറഞ്ഞൊരു പരിപാടി വരും കേട്ടോ. ആ മെഡക്സിൽ നിങ്ങൾ പോയാൽ കാണാൻ പറ്റും ഈ പറഞ്ഞ റോഷെ ഇങ്ക്ബോട്ട് ടെസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ചെയ്തു നോക്കാം. അതായത് അതൊരു ഇങ്കാണ് കേട്ടോ. ഇങ്കിനകത്ത് നമ്മളൊരു പടം കാണിക്കും. ആ പടം കാണിച്ചിട്ട് അതിനെ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മളോട് ഊഹിച്ച് പറയാൻ പറയും. ഉണ്ട് ഇവിടെ കുറേ പടങ്ങൾ കണ്ടില്ലേ. ഈ പടങ്ങൾ കാണുമ്പോൾ നമുക്ക് ഓരോ കാർഡ് വൈസ് അവർ കാണിക്കും. അപ്പോൾ ഈ കാർഡ് വൈസിൽ നമ്മൾ കാണുന്ന നിറങ്ങളും അതിൻ്റെ ചിന്തകളും എങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുന്നതെന്നാണ് നമ്മൾ ഈ റോഷെ ഇങ്ക്ബോട്ട് പരീക്ഷ വഴി വരുന്നത് കേട്ടോ, ചെക്ക് ചെയ്യുന്നത്. അത് ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പറയുവാനാണ് പറയുന്നത് കേട്ടോ, എഴുതിപ്പിക്കുമല്ല. അടുത്താണ് നമ്മുടെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് അല്ലേ, അതല്ലായിരുന്നോ അടുത്ത എക്സാമ്പിൾ വന്നിരിക്കുന്നത്. ഓക്കെ, സെൻറ്റൻസ് കോംപ്ലിക്കേഷൻ ടെസ്റ്റ്. അതായത് ഒരു സെൻറ്റൻസ് തരിക, കാണിച്ചു തരാം. സെൻറ്റൻസ് കോംപ്ലീഷൻ ടെസ്റ്റ്. ഓക്കെ, ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെൻറ്റൻസ് നമുക്ക് വന്നിട്ട് ആ സെൻറ്റൻസ് നമ്മൾ പൂർത്തീകരിക്കുക. നമ്മൾ കൊച്ചു ക്ലാസ്സിലൊക്കെ എഴുതിയില്ലേ, ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു, ആ രാജാവിൻ്റെ മേളിൽ കുറേ പാടന്മാരുണ്ടായിരുന്നു. പിന്നെ കുത്തിട്ട് കൊടുക്കുമ്പോൾ അതിനെ നമ്മൾ നോക്കി എഴുതി കാണിക്കുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുന്നു. ആ ഒരു കഥ വായിക്കുന്നത് വഴി ഏത് രീതിയിലാണ് ഒരു മനുഷ്യൻ ചിന്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് സെൻറ്റൻസ് കോംപ്ലീഷൻ ടെസ്റ്റിന് അത് വരുന്നത്. പിന്നെ ഉള്ള ഒരെണ്ണമാണ് ലാസ്റ്റ് വണ്ണാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് അല്ലേ. അത് വേർഡിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കി നമ്മൾ കണ്ടുപിടിക്കാം. കാണിച്ചു തരാം. ഓക്കെ, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഓക്കെ, അതായത് ഒരു വേർഡ് നമുക്ക് തരുന്നു, ആ വേർഡ് വെച്ചുകൊണ്ട് ആ വേർഡിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണം കേട്ടോ. അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ഇപ്പം നമ്മൾ പറയാം ഡോഗ് എന്ന് പറഞ്ഞൊരു വേർഡ് തന്നു. അപ്പോൾ ആ ഡോഗ് എന്ന് പറഞ്ഞ വീടിനെ പറ്റി നമുക്ക് പറയാനായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് അല്ലേ. പട്ടി അല്ലെങ്കിൽ ബോയ് ആൺകുട്ടി അല്ലെങ്കിൽ ഗേൾ പെൺകുട്ടി, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ടോപ്പിക്ക് വരുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലോ അതുപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലുമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പറയുവാനായിട്ട് സാധിക്കും. അതാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓർത്തിരിക്കുക, ചിത്രങ്ങൾ കാണിച്ച ശേഷം കഥ എഴുതുവാൻ പറഞ്ഞാൽ തീമാറ്റിക് അപ്പർട്ടിഷൻ ടെസ്റ്റ്. ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് റോഷെ ഇങ്ക്ബോട്ട് ടെസ്റ്റിന് അത് പല നിറങ്ങളുള്ള ഇങ്കിലാണ് കേട്ടോ, ചുമലയും നീലാണ് മെയിനായിട്ട് തന്നെ എടുത്ത് നിൽക്കുന്ന നിറങ്ങൾ. അങ്ങനെയാണെങ്കിൽ അത് റോഷെ ഇങ്ക്ബോട്ട് ടെസ്റ്റ്. വാചകപൂർണ്ണ പരീക്ഷ എന്ന് വെച്ചാൽ നമ്മളൊരു കഥയുടെ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ തുടക്കം തരും, ബാക്കി നമ്മൾ പൂർത്തീകരിക്കണം. വേർഡ് അസോസിയേഷൻ ഒരു വേർഡ് എന്നായി നമ്മൾ കണ്ടുപിടിച്ചെഴുതണം. അപ്പോൾ അവിടെ വരുമ്പോൾ അവിടെ നമ്മുടെ മെൻറ്റാലിറ്റിയുടെ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി ന്യൂട്രാലിറ്റി ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതാണ് ഈ പറഞ്ഞ ടെസ്റ്റുകളുടെയൊക്കെ ഉപയോഗമായിട്ട് വരുന്നത്. സോ ഈ കാര്യങ്ങൾ പഠിക്കുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ 30 ക്വസ്റ്റ്യൻസ് സൈക്കോളജിയിൽ കേട്ടോ.
അപ്പോൾ ഇതിനകത്ത് നിന്ന് 25 മുകളിൽ എന്നാണ് സ്കോർ ചെയ്യാൻ പറ്റും, പഠിച്ച കാര്യങ്ങൾ തന്നെയുള്ളൂ. S1 S2 പാഠഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിനകത്തു നിന്നുള്ള മാർക്കുകൾ. സോ തെറ്റിപ്പോയ ഉത്തരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഉത്തരങ്ങൾ തിരുത്തി എഴുതണം കേട്ടോ. പിന്നെ ടെക്സ്റ്റ് ബുക്ക് തിരുത്തിരുന്ന് വായിക്കുക. നിങ്ങൾക്കിപ്പം ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന കണ്ടില്ല, ആൻസർ കീയുടെ ഡിസ്കഷനും അതുപോലെ തന്നെ റിവിഷൻ ടെക്സ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, അത് കാണണം കേട്ടോ. യെസ്, അപ്പം അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതുമായിട്ട് നാളെ വൈകുന്നേരം കാണാം കേട്ടോ. യെസ്, താങ്ക് യു.